എബ്രായർ 11:11 നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്താൽ സാറയും. 90 വയസ്സായ സാറ പ്രസവിച്ചത് വിശ്വാസത്താലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് വായിക്കുന്നത്. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എങ്ങനെ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. ജീവനുള്ള ദൈവം വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. സത്യത്തിൽ അബ്രാഹാമിനാണ് ദൈവ വിളി കിട്ടിയത്. അബ്രാഹാമിനോടാണ് ദൈവം നേരിട്ട് അരുളി ചെയ്തത്, ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന്. എന്നാൽ ഭാര്യയായ സാറ ഭർത്താവായ അബ്രാഹാമിനെ അനുസരിച്ച് അബ്രാഹാമിനോടൊപ്പം പുറപ്പെട്ടു. വെറുതെ പുറപ്പെടുകയല്ല ചെയ്തത്. ഇന്ന് അനേക ഭവനങ്ങൾ കാണുന്നത് പോലെ ഒരുപക്ഷെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നാൽ ഭാര്യ അതിനെ എതിർക്കുന്നു. ഭാര്യ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഭർത്താവ് അതിനെ എതിർക്കുന്നു. സകല ശക്തി ഉപയോഗിച്ച് എതിർക്കുന്നു. വചനം കേൾക്കുവാൻ തടസ്സപ്പെടുത്തുന്നു. എല്ലാ വഴികളും അടച്ചു വയ്ക്കുന്നു. എല്ലാം പ്രതികൂലമാക്കുന്നു. എന്നാൽ ഇവിടെ സാറ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിൻ്റെ വാക്ക് വിശ്വസിച്ചു. സാറയോട് ദൈവം നേരിട്ട് എന്തെങ്കിലും അരുളി ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല. എന്നാൽ വിളി കേട്ടിറങ്ങിയ അബ്രഹാമിൻ്റെ പിന്നാലെ സാറ ഇറങ്ങിത്തിരിച്ചത് വിശ്വാസത്താലായിരുന്നു. ഹല്ലേലൂയ. വെറുതെ ഇറങ്ങിത്തിരിക്കുകയല്ല. എൻ്റെ ഭർത്താവിൻ്റെ പുറകെ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് വെറുതെ പോവുകയല്ല സാറ ചെയ്തത്. അതാണ് പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ പട്ടികയിൽ സാറയുടെ പേര് പ്രത്യേകം എഴുതി ചേർക്കുവാൻ കാരണമായി തീർന്നത്. സാറ ഒരു കാര്യം വിശ്വസിച്ചു: അബ്രഹാമിനോട് അരുളി ചെയ്ത ദൈവം, അതെ, ആ ദൈവം വിശ്വസ്തനായ ദൈവമാണെന്ന്. വർഷങ്ങൾ കഴിഞ്ഞു പോയി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സാറ കണ്ടു. വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിച്ചതാണ് അബ്രഹാമിന്, ഞാൻ നിനക്കൊരു സന്തതിയെ തരാമെന്ന്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരു മകനെയും ലഭിച്ചില്ല, ഒരു സന്തതിയും ജനിച്ചില്ല. പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കണ്ടു. പക്ഷെ അപ്പോഴും സാറ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പക്ഷേ സാറ ഉള്ളിൽ ചിരിച്ചു എന്നെല്ലാം നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോഴും സാറ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് സാറയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. 90 വയസ്സായ സാറ ജരാനരകൾ ബാധിച്ച് തൻ്റെ ശരീരമെല്ലാം ചുളിഞ്ഞ് പുത്രോത്പാദനത്തിലുള്ള ശക്തി എല്ലാം ക്ഷയിച്ചു പോയ സാറ പക്ഷേ 90-ാമത്തെ വയസ്സിൽ പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ ശക്തി ലഭിക്കുവാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: വിശ്വാസം. എന്ത് വിശ്വസിച്ചു? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. വാക്കു പറഞ്ഞ ദൈവം, അതെ, ആ ദൈവം ഒരിക്കലും പിന്മാറി തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരിക്കലും പുറകിലേട്ട് മാറ്റിക്കളയുന്ന ദൈവമല്ല. ആ ദൈവം വാക്കു പറഞ്ഞാൽ വാക്കു മാറുന്ന ദൈവമല്ല. വിശ്വസ്തനായ ദൈവമാണെന്നുള്ള ഉറപ്പേറിയ നിർണയം സാറയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലും സാറയുടെ ജീവിതത്തിലും ഒരുപാട് പരാജയങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വന്നു. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിച്ചുവെങ്കിലും വർഷങ്ങൾ കടന്നു പോകും തോറും ശരീരം ചുളിഞ്ഞപ്പോഴും സാറ ഒരു കാര്യം വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു: എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ വാക്കുകൾ സാറയുടെ ചുളിഞ്ഞു പോയ ശരീരത്തെ യൗവനയുക്തമാക്കി തീർത്തു. ഹല്ലേലൂയ. ഒരു മകനെ പ്രസവിക്കുവാൻ തക്കവണ്ണം വാർദ്ധക്യത്തിലെത്തിയ സാറയ്ക്ക് ദൈവം ശക്തി കൊടുത്തു. ഹല്ലേലൂയ. അത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കണ്ടിട്ടില്ല, അത് സംഭവിക്കുമോ എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് നോക്കുക. 90 വയസ്സായ ഒരു വൃദ്ധയായ സ്ത്രീ, യാതൊരു സാധ്യതകളുമില്ല. 90 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു വല്യമ്മച്ചിയായി കഴിഞ്ഞു. ഒരുപാട് മുടിയെല്ലാം നരച്ച് ശരീരമെല്ലാം ചുളിഞ്ഞ് ഒരുപക്ഷെ ഊന്നുവടിയിൽ നടക്കുന്ന ഒരു സമയമായിരിക്കാം. ശക്തിയോടെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് നടക്കുവാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ നന്നായിട്ട് സ്ഫുടമായി സംസാരിക്കുവാനുള്ള കഴിവില്ല. വായിൽ പല്ലുകളുണ്ടോ? ഇല്ല, പല്ലുകളില്ലായിരിക്കും. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നാം ചിന്തിച്ചു നോക്കിയാൽ പരാധീനതകൾ ഏറെയാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, പ്രായം കഴിഞ്ഞിട്ടും, അതായത് പുത്രോത്പാദനത്തിലുള്ള പ്രായം കഴിഞ്ഞിട്ടും അവൾ അതിന് ശക്തി പ്രാപിച്ചു വിശ്വാസത്താൽ.
ജീവനുള്ള ദൈവം ശക്തിയുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവം നമ്മുടെ വിശ്വാസത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. നാം വിശ്വാസത്തോടെ ഒരു വാക്ക് പറയുന്നുവെങ്കിൽ അത് നമ്മുടെ നാവിന്മേലാണ് അധികാരം തന്നിരിക്കുന്ന ദൈവം. നമ്മുടെ നാവിന്മേലാണ് സകല അധികാരവും ഇരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുമെന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു. നാം വിശ്വാസത്തോടെ ഏറ്റു പറയുന്നുവെങ്കിൽ, എന്നെ വിളിച്ച ദൈവം, എന്നെ വിളിച്ചിറക്കിയ ദൈവം എൻ്റെ ജീവിതത്തിലെ ഈ പ്രതികൂലങ്ങൾ മാറ്റുവാൻ സർവശക്തനാണ്. എൽ ഷദായി, അത് സർവശക്തനായ ദൈവമാണെന്ന് ഉറപ്പോടെ നിർണയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങൾ, മോശ ചെങ്കടലിന്റെ മുൻപിൽ പ്രയാസത്തോടെ നിന്നപ്പോൾ ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ച സ്വർഗത്തിലെ അപ്പൻ, ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം വിശ്വാസത്തോടെ ഏറ്റു പറയുമെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങൾ ആ ചെങ്കടൽ വിഭാഗിച്ചതുപോലെ രണ്ടായി പിളർന്നു മാറും. ദൈവജനത്തിന് പോകുവാൻ ഉണങ്ങിയ പാതയൊരുക്കിയ ജീവനുള്ള ദൈവം, അത് സാറയുടെ നിർജീവമായി പോയ ശരീരത്തെ ശക്തിയുറ്റതാക്കി തീർത്ത, അബ്രഹാമിന്റെ വാർദ്ധക്യത്തിലെത്തിയ ശരീരത്തെ ജീവനുള്ളതാക്കി തീർത്ത, ഓജസ്സുള്ളതാക്കി തീർത്ത ആ കർത്താവ്, ആ ദൈവം മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല. ആ ദൈവം നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ച ദൈവമല്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതെ, ആ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. യഹോവ ഈരേ. ഹല്ലേലൂയ. യാവേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ജീവനുള്ള ദൈവം, ആ ദൈവത്തെ പോലെ മറ്റാരുമില്ല. യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. ഹല്ലേലൂയ. താൻ മേഘാരൂഢനായി തൻ്റെ സഹായത്തിനായി, നമ്മുടെ സഹായത്തിനായി എഴുന്നള്ളി വരുന്ന യാക്കോബിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ അവസ്ഥകളെയും നിർജീവമായി പോയ അവസ്ഥകളെയും ജീവനുള്ളതാക്കി മാറ്റുവാൻ ശക്തിയുള്ള കർത്താവാണ്. ഹല്ലേലൂയ. സാറയുടെ ജീവിതത്തിലെ അനുഭവം പോലെ, അതെ, നിർജീവമായി പോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നിർജീവാവസ്ഥകളെ ജീവനുള്ളതാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. എങ്ങനെ കഴിയും? നാം വിശ്വാസത്തോടെ ഏറ്റു പറയുന്നുവെങ്കിൽ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് നാം ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, കാഠിന്യമേറിയ അനുഭവങ്ങൾ, നാം കടന്നുപോയുന്ന പ്രതികൂലങ്ങൾ, അതിനെയെല്ലാം അനുകൂലമാക്കി മാറ്റുവാൻ, അതേ പ്രതികൂലങ്ങളിൽ അനുകൂലത്തിന്റെ പാതയൊരുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്നു, നമ്മുടെ ദൈവം ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ പാതകൾ ഒരുക്കട്ടെ. ആ കർത്താവ് നമ്മുടെ പ്രതികൂലങ്ങൾ പുതുവഴി തുറക്കട്ടെ. വിശ്വാസത്തോടെ ഈ കർത്താവിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. അതെ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഹല്ലേലൂയ. ആ ക്രൂശിനെ നോക്കി, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കി, വീണ്ടും വരുന്നവനായ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുന്നോട്ടോടാം. വാഗ്ദത്തം ചെയ്ത ദൈവം എൻ്റെ ജീവിതത്തിലും എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ. സാറയുടെ ജീവിതത്തിലും അബ്രഹാമിന്റെ ജീവിതത്തിലും അതെ, പുത്രോത്പാദന ശക്തി കൊടുത്ത ദൈവം, നിർജീവമായി പോയതിനെ ശക്തിയുള്ളതാക്കി തീർത്ത ദൈവം. സാറ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 6 വാക്യം നാം അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. അതെ, കേൾക്കുന്നവർക്ക് പോലും ചിരി ഉണ്ടാകുവാൻ തക്കവണ്ണം സാറയുടെ ജീവിതത്തെ ചിരിയാക്കി മാറ്റിയ, ചിരിയായ ഇസ്ഹാക്കിന് നൽകിയ, അനുഗ്രഹിച്ച ദൈവം, ദൈവപൈതലെ നിന്റെ ജീവിതത്തെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദര, പ്രിയ സഹോദരി, നീ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം കൊടുക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ നല്ല കർത്താവ് മതിയായവനാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വരിക. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. യേശുവിന്റെ തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.